ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാറുള്ളൊരു വാർത്തയുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാണാറുള്ളൊരു കമൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയനെ തോൽപ്പിച്ചതിൽ കെ ഗണേഷ് കുമാറിനെ ആ ഒരു മന്ത്രിസ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാനായിട്ട് പ്രധാന പങ്ക് വഹിച്ചത് ഞങ്ങളടക്കമുള്ള ഞങ്ങളെപ്പോലെയുള്ള വണ്ടിഭ്രാന്തന്മാരാണ്, അല്ലെങ്കിൽ വാഹനപ്രേമികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ആ വാഹനപ്രേമികളുടെ അവസ്ഥ എന്താണെന്നുള്ളൊരു ചോദ്യത്തിന് വളരെയധികം പ്രസക്തി ഉണ്ടല്ലേ. കാരണം നമ്മുടെ പുതിയ മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നതിന് മുൻപ് പറഞ്ഞത് കുട്ടികളുടെ ആഗ്രഹം അതല്ലേ, കുട്ടികൾ അവരുടെ ആഗ്രഹം പോലെ തന്നെ ചെയ്തോട്ടെ, അവർക്ക് വാഹനം മോഡിഫൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഭംഗിയോടുകൂടി കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അവരോടൊപ്പമാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും ഞാൻ വെറുതെ പറയുന്നത്, ഞാനിങ്ങനെ ആകാശത്ത് നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത് പറയുന്നതാ, സതീശൻജി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്നവരെ ഞാനൊരു വീഡിയോ കാണിക്കാം, അതിനുശേഷം ഇന്നത്തെ മാറ്റങ്ങൾ എന്താണെന്നുള്ളതും കാണിച്ചു തരാം. അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹമല്ല, അവരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ. കണ്ടില്ലേ, അപകടകരമല്ലാത്ത രീതിയിൽ വാഹനം മോഡിഫൈ ചെയ്തുകൊണ്ട് കുട്ടികൾ കൊണ്ട് നടക്കട്ടെ, അല്ലെ ചെറുപ്പക്കാർ കൊണ്ട് നടക്കട്ടെ, അവർക്ക് വലിയ ആഗ്രഹമല്ല, അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമല്ല, അവർ ചെയ്തോട്ടെ എന്നാണ് നമ്മുടെ ഇന്നത്തെ ചിരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള പൂക്കി എന്ന് വിളിപ്പേരുള്ള സതീശൻ ജി പറയുന്നത്. സതീശൻ ജി ഇത് പറയുമ്പോൾ വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനം കൊണ്ടിട്ടുള്ള, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ സൈബർ ഇടങ്ങളിലൊക്കെ വന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം, 10 വർഷങ്ങൾക്ക് ശേഷം ജനങ്ങളെ അറിയുന്ന, ജനഹിതം അറിയുന്ന ഒരു മുഖ്യമന്ത്രി വന്നു, ഞങ്ങൾ ജെൻസി പിള്ളേരുടെ മനസ്സറിയുന്നൊരു മുഖ്യമന്ത്രി വന്നു, വാഹനങ്ങളെപ്പറ്റി അറിയുന്നൊരു മുഖ്യമന്ത്രി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളുടെ ഒരുപാട് കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടതാണ് കേട്ടോ, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു കാര്യത്തിൽ വന്നിട്ടുള്ളൊരു മാറ്റം, ഇത് വാഹനപ്രേമികളെ പൂക്കികൾ സന്തോഷിപ്പിക്കുകയാണോ, അതോ പൂക്കികൾ വാഹനപ്രേമികളെ വിഷമിപ്പിക്കുകയാണോ എന്നുള്ള ചോദ്യത്തിന് നമുക്കൊരു ഉത്തരമുണ്ടെന്ന് കാണിച്ചു തരാം. വാഹനങ്ങളിലെ മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്ക് നിർദ്ദേശിച്ച് ഹൈക്കോടതി. അടിപൊളി. നിയമലംഘനത്തിന് ചുരുങ്ങിയത് 5000 രൂപ പിഴ ഈടാക്കും. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെന്നും ഓരോന്നിനും 5000 രൂപ പിഴ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതിതീവ്ര വെളിച്ചമുള്ള LED ലൈറ്റുകൾ, കളർ ലൈറ്റുകൾ എന്നിവ പാടില്ല എന്നും കോടതി വ്യക്തമാക്കി. NK ഷിജു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ഷിജു, ഗുഡ് മോർണിംഗ്. ഒരു ചോദ്യത്തിന് അടിപൊളി. വാഹനത്തിൻ്റെ ലൈറ്റ്, വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റ്, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് കവറ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഒട്ടുമിക്ക കാര്യങ്ങളുമൊക്കെ നമുക്ക് വാഹനങ്ങളിൽ ചെയ്യാം. പിന്നെ ഹുക്കുകൾ ഫ്രണ്ടിൽ ഘടിപ്പിക്കാം എന്നൊക്കെയായിരുന്നു നമ്മുടെ സതീശൻ ജി പിന്നീട് ആദ്യം എല്ലാ തരത്തിലുള്ള വാഹന മോഡിഫിക്കേഷനും എല്ലാം അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞത് ഇങ്ങനെയുള്ള കുറച്ച് നിബന്ധനകൾ പാലിച്ച് വേണമെങ്കിൽ നമുക്ക് വാഹന മോഡിഫിക്കേഷൻ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് ഇന്നത്തെ ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോണിൻ്റെയും മെഴുകിൽ നമ്മൾ കേട്ടതാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് വാഹനം മോഡിഫൈ ചെയ്യാം എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടു. അപ്പോൾ അന്നേ ഈ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രഹസനവുമായിട്ട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് വലതുപക്ഷം ഇറങ്ങിയപ്പോൾ തന്നെ അന്നത്തെ ഗതാഗത മന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സഖാവും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തായാലും ഇതിലൊരു തീരുമാനമെടുക്കുന്നത് കേന്ദ്രമായിരിക്കും, കേന്ദ്രത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ വാഹന മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ വാഹനങ്ങളിൽ രൂപമാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, അതിന് ഈ പറയുന്ന ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഒരു ചുമതലയുമില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള അനുമതിയോ അനുവാദമോ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് കുറേ പേര് പറഞ്ഞത്, നിങ്ങളെപ്പോലെ കഴിവുകെട്ടവരല്ല ഇന്നത്തെ UDFിലുള്ള മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ആളുകളും, നിങ്ങൾക്ക് കഴിവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും അങ്ങനെയാണെന്ന് പറയാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലായിരുന്നു. അന്ന് വലിയ രീതിയിൽ പടക്കം പൊട്ടിച്ച, വലിയ രീതിയിൽ പൊങ്കാലയിട്ട, വലിയ രീതിയിൽ പായസം വെച്ച, വലിയ രീതിയിൽ തിരുവാതിരയൊക്കെ കളിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് വലിയ രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? വാഹനം മോഡിഫിക്കേഷൻ, വാഹനത്തിൻ്റെ ലൈറ്റ്, ഈ പറയുന്ന ടയർ, വലിയ ബൾജ് നിൽക്കുന്ന ടയറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇനി വാഹനത്തിൽ പറ്റില്ല. വാഹനം മോഡിഫിക്കേഷനിൽ ഇവർ രണ്ടാമത് കൊണ്ടുവന്നിട്ടുള്ള 2ഉം 3ഉം തവണയാണ് ഇവർ ഓരോരോ അപ്ഡേഷൻസ് കൊണ്ടുവന്നത്. ആദ്യം പറഞ്ഞു വാഹനത്തിൽ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു, പിന്നീട് പറയുന്നു വാഹനത്തിൽ ഇത് പറ്റില്ല, അത് പറ്റില്ല, ഇത് മാത്രമേ പറ്റുള്ളൂ, ഈ എയർ പ്രഷറിൻ്റെ കാര്യങ്ങളൊക്കെ അളക്കുന്ന മെഷീൻസൊക്കെ പറ്റും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഇന്ന് പറയുകയാണ് ഈ ലൈറ്റ് പോലും പറ്റില്ല, LED ലൈറ്റ് പോലും പറ്റില്ല എന്ന്. ഇതിനെ ന്യായീകരിക്കുന്ന കുറച്ച് ജെൻസി പിള്ളേരുണ്ടെങ്കിൽ നീയൊക്കെ നല്ല ഒന്നാം തരം 916 അടിമകൾ തന്നെയാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഞാനടക്കമുള്ള കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും പറയും. ഇവിടെ മോഡിഫിക്കേഷൻ ഇല്ലെങ്കിലും ജനങ്ങൾ ജീവിച്ചു പോകുന്നുണ്ടായിരുന്നു. മോഡിഫിക്കേഷൻ വേണമെന്ന് ആർക്കും വലിയ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ
ഈ പുതിയ തലമുറയിൽപ്പെട്ട ഞാനടക്കമുള്ള കുട്ടികൾക്ക് വാഹനം മോഡിഫൈ ചെയ്തുകൊണ്ട് 10 പേര് നോക്കുന്ന രീതിയിൽ കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തോടു കൂടി പലരും പലതും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്, മോശപ്പെട്ട രീതിയിൽ ചെയ്യുന്നവരുണ്ട്. എന്താണ് മോശപ്പെട്ട രീതിയിൽ ചെയ്യുന്നത്, എന്താണ് നല്ല രീതിയിൽ ചെയ്യുന്നത്? കണ്ടു കഴിഞ്ഞാൽ വൃത്തിയും മെനയും ഒക്കെ ഉള്ള രീതിയിൽ മോഡിഫൈ ചെയ്യുന്ന പല വാഹനങ്ങളും ഇന്നും നമ്മുടെ നിരത്തുകളിൽ കൂടി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം ചില വാഹനങ്ങളിൽ ചില എക്സോസ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് സൈലൻസറിലുള്ള രൂപമാറ്റങ്ങളും ഒക്കെ വെച്ചിട്ട് ആ വാഹനം പോകുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ നെഞ്ചൊന്ന് ഇടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ കാലം എടുക്കുമ്പോഴേ 2 തീയും പുകയൊക്കെ പോയി കഴിയുമ്പോൾ 2 പടക്കം പൊട്ടുന്ന സൗണ്ടോടെ കേട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് കിടുങ്ങിപ്പോവും. അങ്ങനത്തെ രീതിയിൽ ഓവറായിട്ടുള്ള രീതിയിൽ കുറേ അധികം കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇതിൽ ഒരുപാട് നിബന്ധനകൾ വന്നത്. എല്ലാം മര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നവുമില്ല. ഇത് കുറച്ച് പേരുകൾ തോന്നിവാസം കാണിക്കാൻ വേണ്ടിയിട്ട് അവന്മാരുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്കും മര്യാദയ്ക്ക് കൊണ്ടു നടക്കുന്ന ആളുകൾക്കും പണി കിട്ടുന്നത്. നമുക്കറിയാം, ഈ പ്രളയ സമയത്ത് 2018 പ്രളയ സമയമല്ല, 2026 പ്രളയ സമയത്ത് അവിടെ ഒരു വാഹനം പോയി, ഒരു ജീപ്പ് പോയി. ആ ജീപ്പ് മോഡിഫൈ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ആ ജീപ്പിന് പിഴ ഈടാക്കുകയും ആ പിഴ ഈടാക്കിയതിനെ തുടർന്ന് അവരെല്ലാവരും കൂടി, ആ വാഹനത്തിൻ്റെ ഉടമയടക്കമുള്ള ആളുകൾ, ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ഒരു ചമ്മൽ മറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് പിഴ ഈടാക്കിയിട്ടുള്ള MVD ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്ന രീതിയിലേക്ക് നമ്മുടെ ഇന്നത്തെ ഗവൺമെൻറ് തയ്യാറായി. എന്നാൽ ആ ഗവൺമെൻറ്റിനെതിരെ MVD ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തേക്ക് വന്നു, അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രംഗത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷവും നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മോഡിഫിക്കേഷൻ എല്ലാം ഞങ്ങൾ അലൗഡാക്കി തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ജെൻസി പിള്ളേരെ പറ്റിച്ചു. ഇതിലൊക്കെ പോയി വീണ, ഈ മണ്ടത്തരമൊക്കെ കേട്ട് വിശ്വസിച്ച് പോയി വോട്ട് കുത്തിയ, അല്ലെങ്കിൽ ഈ മണ്ടത്തരം കേട്ടുകൊണ്ട് വാഹനം മോഡിഫൈ ചെയ്ത എല്ലാവർക്കും ഇപ്പോൾ അണ്ണാക്കിലും അന്നനാളത്തിലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ച തന്നെയാണ് കാണുന്നത്. എന്താണ് ബാക്കിയെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. VD സതീശന്റെ ഒരു ചിരി അദ്ദേഹത്തിന് പൂക്കി CM എന്നുള്ള പേര് കിട്ടി. അന്ന് യുവാക്കളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പ്രളയകാലത്ത് നിയമലംഘനം നടത്തിയ ഒരു വാഹനത്തിന് പിഴയിട്ടു. MLA പരാതിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. പക്ഷെ കോടതി പരിശോധിച്ചപ്പോൾ പിഴ പോരാ എന്നും ഇങ്ങനെ നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള ഉത്തരവിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോടതി പറയുന്നത് മോട്ടോർ വെഹിക്കിൾ റൂളിൽ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മോഡിഫിക്കേഷനും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും ഉദാഹരണം, കോടതി ഇത് സ്വമേധയാ സംസ്ഥാനത്തെ നിയമലംഘനങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് കോടതി ഏറ്റവും ഒടുവിൽ ഈ താർ ജീപ്പിന്റെ പിഴയുമായി ബന്ധപ്പെട്ട് അതിന് പിഴയിട്ട 2 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. പക്ഷേ മോട്ടോർ വാഹന വകുപ്പിന്റെ ആ നടപടി ഒന്നുകൂടി കടുപ്പിക്കണം എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. അതായത് ആ ജീപ്പ് നമ്പർ KL 03 AG 5155 മഹീന്ദ്ര താർ ജീപ്പ്, അതിന് 6 നിയമലംഘനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് കോടതി ഇപ്പോൾ ഇതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് കണ്ടെത്തിയിട്ടുള്ളത്. അതിന് 5000 രൂപ പിഴയും അതുപോലെ PUC ഇല്ലാത്തതിന് 2000 രൂപ പിഴയുമാണ് കൊടുത്തതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. പക്ഷെ കോടതി പറയുന്നത് അത് പോരാ, 6 നിയമലംഘനം ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 വെച്ച് കൊടുക്കണം. അതുകൊണ്ട് ആ നടപടി തെറ്റായി പോയി എന്നാണ് പറയുന്നത്. അതായത് കുറച്ചുകൂടി കടുത്ത നടപടി അക്കാര്യത്തിൽ എടുക്കേണ്ടിയിരുന്നു എന്ന പിന്തുണയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ നിയമലംഘനവും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് വീതി കൂടിയ വീലുകൾ ഇട്ട് വാഹനം ഓടിക്കുക. അത് ഒരു കാരണവശാലും അനുവദിക്കരുത്. ഇത് വലിയ തോതിൽ റോഡിലേക്ക് ചെളി തെറിപ്പിക്കാനും മറ്റ് അപകടങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും. അതുകൊണ്ട് അതിനെതിരെ കർശന നടപടി എടുക്കണം എന്ന് ഹൈക്കോടതി തന്നെ പറയുന്നു. ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നതായി കാണുന്നില്ല എന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുക. അതായത് കോടതി തന്നെ പല ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷമാണ് ഇതൊക്കെ കോടതി പറയുന്നത്. മറ്റൊന്ന്, ഈ വാഹനങ്ങളിൽ തീ തുപ്പുന്ന ഈ പുകക്കുഴൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ കോടതി പറയുന്നത് അത് ഒരു കാരണവശാലും അനുവദിക്കരുത്. അത് കൃത്യമായി അതിന്റെ അകത്ത് ഈ തീ തുപ്പുന്ന പെട്രോൾ കിറ്റ് അടക്കം ഘടിപ്പിച്ചാണ് ഇത് വാഹനത്തിൽ ഘടിപ്പിക്കുന്നത്. ഇത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ആ വാഹനത്തിന് മാത്രമല്ല, വാഹനത്തിന് പിന്നിൽ വരുന്നവർക്കും ഇത് അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് അതിനും കർശന നടപടിയെടുക്കണം. ഒപ്പം ലൈറ്റുകൾ, ഇപ്പോൾ കാണുന്നത് പലതരത്തിലുള്ള ലൈറ്റുകൾ ഹെഡ്ലൈറ്റിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ അതിതീവ്ര ലൈറ്റുകൾ, നിയോൺ ലൈറ്റുകൾ, മറ്റ് കളർ ലൈറ്റുകൾ, ഇതൊക്കെ വാഹനത്തിൽ എവിടെയെങ്കിലും ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓരോന്നിനും 5000 രൂപ വെച്ച് പിഴ ഈടാക്കണം. അതുകൊണ്ട് ഇതെല്ലാം കർശനമായി പാലിക്കണം എന്നുള്ളത് തന്നെയാണ് കോടതി പറയുന്നത്. മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ഈ നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ, ഹൈക്കോടതി വിധിയാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വേണമെങ്കിൽ നമ്മുടെ പൂക്കി സർക്കാരിന് ഒന്ന് തടി തപ്പാം, അല്ലെങ്കിൽ അവർക്കൊന്ന് നൈസായിട്ട് മാറി നിൽക്കാം. എന്നാലും ജനങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും എല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിൽ തന്നെ അവർ പ്രതികരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിന് താഴെ വന്നിട്ട് വേണമെങ്കിൽ അവർ മെഴുകാൻ വന്നേക്കാം. പിണറായി വിജയൻ വലിയ മോശമായിരുന്നു, തെറ്റായിരുന്നു, പിണറായി വിജയൻ ഒന്നിനും സമ്മതിക്കത്തില്ലായിരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ഇന്ന് ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം.
ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഒന്നുമല്ലെങ്കിലും മര്യാദയ്ക്ക് ഈ പറയുന്ന പ്രളയബാധിത പ്രദേശങ്ങളിൽ പോകുമ്പോൾ പെറ്റി കിട്ടാതെയെങ്കിലും വാഹനങ്ങൾ കൊണ്ടു നടക്കാൻ അക്കാലത്ത് പറ്റിയിരുന്നു കേട്ടോ എന്നാണ് 2018 മുൻപ് 2018 ശേഷമുള്ള കാലഘട്ടങ്ങളിലും. എന്നാൽ ഇന്ന് വാഹനം ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, കുറച്ച് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെയും ആ താർ ജീപ്പിൻ്റെ ഉടമയ്ക്കും ആ താർ ജീപ്പിനുമൊക്കെ പെറ്റി കിട്ടിയിരിക്കുകയാണ്. ഒന്നല്ല, അവർ കോടതി പറഞ്ഞിരിക്കുന്നത്, ഇതൊരു കോടതി അലക്ഷ്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കല്ല, അല്ലെ കോടതിയെ അപമാനിക്കുകയൊന്നുമല്ല, അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി തന്നെ പറയുകയാണ്. ഒരു പെറ്റിക്ക് അല്ലെങ്കിൽ ഒരു നിയമലംഘനം എന്ന് പറയുന്ന, ഒരു വാഹനത്തിൽ കളർ ലൈറ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ബൾജായിട്ടുള്ള ടയറുകൾ, വീതി കൂടിയ ടയറുകൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഒരെണ്ണമാണെങ്കിൽ, അതായത് ടയർ 4 ഉണ്ടാവും, അങ്ങനെയല്ല പറയുന്നത്, അതൊരു നിയമലംഘനത്തിൽ കൂട്ടും ഈ ടയറിൻ്റെ വലുപ്പം എന്നുള്ളത്. പിന്നീട് വരുമ്പോൾ വാഹനത്തിൽ അമിതമായിട്ടുള്ള രീതിയിൽ ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്ന തീ തുപ്പുന്ന സൈലൻസറുകൾ ഉണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ഒരു നിയമലംഘനമാകും. വാഹനത്തിൽ വേറെ കളർ ലൈറ്റുകൾ ഉണ്ടെങ്കിൽ അതൊരു മൂന്നാമത്തെ നിയമലംഘനമാകും. പിന്നീട് വാഹനത്തിൽ മറ്റുള്ള എന്തെങ്കിലും രൂപമാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, വീതി കൂടിയതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ വാഹനങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ഈവൻ ബമ്പർ പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു നിയമലംഘനമാവും. അപ്പോൾ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഒരു 20,000 രൂപയ്ക്കുള്ള മുതലായി. ഈ നമ്മുടെ നിരത്തുകളിൽ കൂടി ഓടുന്ന വാഹനങ്ങളിൽ മിക്കതിലും നല്ല രീതിയിൽ പൊതുഖജനാവ് നിറയ്ക്കാനുള്ളൊരു വകയുണ്ടെന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സർക്കാരും കോടതിയുമെല്ലാം വിലയിരുത്തുന്നത്. ഇതും കോടതിയുടെ അടുത്ത് പറഞ്ഞ് പ്രത്യേക ഒരു അപ്രൂവൽ വാങ്ങി പറയിപ്പിച്ചതാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട് കേട്ടോ. സംശയമില്ലാതെ ഇല്ല. കാരണം ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയല്ല, കോടതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ സാധിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു അറിയിപ്പുമായിട്ട് വന്നിരിക്കുന്നതാണ്. എന്തായാലും ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ആ ഒരു താർ ജീപ്പിൻ്റെ ഉടമയ്ക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണ്. ആ വാഹനത്തിൽ ഒരുപാട് 6-7 അതിന് മുകളിൽ എന്തോ നിയമലംഘനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പെറ്റി അടിച്ചടിച്ച് മുടിയും എന്നുള്ളൊരു കാര്യത്തിൽ, അല്ലെ പെറ്റി അടച്ചടച്ച് മുടിയും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചിരി മാത്രം മതിയല്ലോ അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ബൈ.